മോദിക്ക് ഇഷ്ടപ്പെട്ട രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് പ്രൈം മിനിസ്റ്റർ എന്നുള്ളതാണ്, രണ്ട് അമൃത് എന്നുള്ളതാണ്. ഈ പ്രൈം മിനിസ്റ്റർ എന്നും അമൃത് എന്നും പ്രിഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഒട്ടേറെ പദ്ധതികൾ ഈ രാജ്യത്ത് വന്നിട്ടുണ്ട്, ഇനിയും വരുമായിരിക്കും. പക്ഷേ അതൊന്നും നടപ്പാക്കാൻ രണ്ടാം മോദി സർക്കാരിന് ഉത്തരവാദിത്തമില്ല. ഇതൊരു ഇടക്കാല ബജറ്റാണ്. ഇനി വരാനിരിക്കുന്ന സർക്കാർ തന്നെയാണ്. അത് ചിലപ്പോൾ മോദിയുടേതാകാം, അല്ലായിരിക്കാം. അപ്പോൾ ആ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായിട്ടും പുതിയൊരു പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കാനുണ്ട് എന്നുള്ളതുകൊണ്ട് ഈ ബജറ്റ് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രികയ്ക്കപ്പുറത്തേക്ക് വിലയുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. നോക്കൂ, ഈ സമ്മേളനം ഫെബ്രുവരി 9 അവസാനിക്കുന്നതോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്, അല്ലേ? ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ നമ്മൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വോട്ടർമാരുടെ അഭിലാഷം എന്താണ്, അത് പൂർത്തീകരിക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഇടക്കാല ബജറ്റിനുണ്ടാവൂ എന്ന കാര്യത്തിൽ തർക്കമില്ല. എല്ലാവരും രാഷ്ട്രീയത്തിലാണ്, ആ രാഷ്ട്രീയ പ്രവർത്തകരാണ് ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഇതിന് പ്രാധാന്യമില്ല എന്നുള്ളത് നമ്മൾ ടോട്ടൽ ഹിന്ദുത്വ പ്ലാനാണ്. നമ്മൾ ഇന്നത്തെ നയപ്രഖ്യാപനം നിങ്ങൾ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചല്ലോ. നോക്കൂ, നമ്മുടെ പാർലമെൻറ്റിൽ ആദ്യമായിട്ടാണ്, അല്ലേ, ഒരു രാഷ്ട്രപതിയുടെ വരവ് ഇത്രയും മതാത്മകമാക്കി മാറ്റിയത്. അപ്പോൾ അത്രയും ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൊണ്ടുവരുന്ന ആളുടെ കുപ്പായൊക്കെ കണ്ടോ, ഡിസൈൻ ചെയ്തിരിക്കുന്നുണ്ടോ, തലപ്പാവൊക്കെ വെച്ചിട്ട് കാണുന്നത് പോലെയുണ്ട്. പാർലമെന്റിലെ സ്റ്റാഫ് ആയിരിക്കും, അല്ലേ? ആയിരിക്കണം. പിന്നെ ഒരാൾക്ക് അവിടെ വരാൻ പറ്റില്ലല്ലോ. രാമക്ഷേത്ര നിർമ്മാണമാണ് പ്രധാനമായും രാഷ്ട്രപതി ഉയർത്തിക്കാണിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ രാമക്ഷേത്ര നിർമ്മാണം ഉയർത്തിക്കാണിച്ചു എന്നുള്ള മുത്തലാഖിൻ്റെ കാര്യം പരാമർശിക്കുകയും ചെയ്തു. അപ്പോൾ മുത്തലാഖിലൂടെ മുസ്ലിം ക്ലർജിയെ ഞങ്ങൾ അറ്റാക്ക് ചെയ്തു എന്ന് പറയുകയും ഒരു ഹിന്ദു വർഗീയ സ്വഭാവം അവിടെ ചേർക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അത് എന്താണോ ഇന്ത്യൻ ഹിന്ദുത്വ വോട്ടർമാരുടെ ആസ്പിറേഷൻ, അത് കൃത്യമായ രീതിയിൽ നല്ല ടേസ്റ്റ് ബഡിനനുസരിച്ച് കൊടുക്കുന്ന രീതിയിലാണ് നയപ്രഖ്യാപന പ്രസംഗം കഴിഞ്ഞിട്ടുള്ളത്. അതുതന്നെയാണ് ഇടക്കാല ബജറ്റിലും പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഇപ്പോൾ 1980 ഇന്ദിരാഗാന്ധിയാണ് നരേന്ദ്രമോദി എങ്ങനെയാണ് പ്രശാന്ത് കിഷോർ അതുകൊണ്ട് എങ്ങനെയാണ് അത് നരേന്ദ്രമോദി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കൊണ്ടുപോകുന്നത് എന്നതിൻ്റെ സൂചന നമുക്ക് കാണാം. Meet the editors.